ആദ്യം നമുക്ക് മാറ്റങ്ങളിലേക്ക് നോക്കാം. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കൺമുന്നിൽ കണ്ട പ്രധാന മാറ്റങ്ങൾ ഇവയാണ്. അടിസ്ഥാന സൗകര്യ വികസനം, ഇൻഫ്രാസ്ട്രക്ചർ, ഒരുകാലത്ത് നടക്കില്ലെന്ന് കരുതിയ ഗെയിൽ പൈപ്പ്ലൈൻ, ദേശീയപാത 66 ന്റെ NH 66 വികസനം, കൊച്ചി വാട്ടർ മെട്രോ, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം, വെസഞ്ചാം പോർട്ട്, ഇവ കേരളത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റിമറിച്ചു. ലൈഫ് മിഷൻ സ്വന്തമായി വീടില്ലാത്തവർക്ക് 4.5 ലക്ഷത്തിലധികം വീടുകളാണ് 2025 മാർച്ച് വരെ നൽകിയത്. ഇതൊരു ചെറിയ കാര്യമല്ല. പൊതുവിദ്യാഭ്യാസവും ആരോഗ്യവും. സർക്കാർ സ്കൂളുകൾ ഹൈടെക് ആയി. 50,000-ലധികം ക്ലാസ് മുറികൾ ഡിജിറ്റലൈസ് ചെയ്തു. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ PHCS കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറി. സാധാരണക്കാരന് കുറഞ്ഞ ചെലവിൽ മികച്ച ചികിത്സ ഉറപ്പാക്കി. ഡിജിറ്റൽ കേരളം, ഇന്റർനെറ്റ് പൗരാവകാശമായി പ്രഖ്യാപിച്ച ആദ്യ സംസ്ഥാനം വഴി എല്ലാവരിലേക്കും ഇന്റർനെറ്റ്, സർക്കാർ സേവനങ്ങൾ വിരൽത്തുമ്പിലെത്തിക്കാൻ സ്മാർട്ട് ആപ്പ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം. 2026 അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി കേരളം മാറുകയാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യനിരക്ക് 0.48% കേരളത്തിലാണ്. ഇനി എല്ലാവരും ചോദിക്കുന്ന ചോദ്യം, എന്തിനാണ് LDF സർക്കാരിന് മാധ്യമങ്ങളോട് ഇത്ര കലിപ്പ്? ഇതിന് സർക്കാരിനെ അനുകൂലിക്കുന്നവർ പറയുന്ന പ്രധാന കാരണം മീഡിയ സിൻഡിക്കേറ്റ് എന്ന ആരോപണമാണ്. വികസനത്തെ തമസ്കരിക്കുന്നു. സർക്കാർ കൊണ്ടുവരുന്ന വലിയ വികസന പദ്ധതികൾക്ക് കൊടുക്കാത്ത പ്രാധാന്യം ചെറിയ വിവാദങ്ങൾക്ക് മാധ്യമങ്ങൾ നൽകുന്നു എന്ന് സർക്കാർ വിശ്വസിക്കുന്നു. സ്വർണ്ണക്കടത്ത് മുതൽ സോളാർ വരെ പല വിവാദങ്ങളും മാധ്യമങ്ങൾ ഊതിവീർപ്പിച്ചതാണ് എന്നും സർക്കാരിനെ അട്ടിമറിക്കാൻ വലതുപക്ഷ അജണ്ട നടപ്പാക്കുന്നു എന്നും CPM ആരോപിക്കുന്നു. കടക്ക് പുറത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശൈലി തന്നെ മാധ്യമങ്ങൾക്ക് വഴങ്ങാത്തതാണ്. അനാവശ്യ ചോദ്യങ്ങൾക്ക് അദ്ദേഹം നൽകുന്ന മറുപടികൾ പലപ്പോഴും മാധ്യമങ്ങളെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ, തങ്ങളുടെ നേട്ടങ്ങൾ ജനങ്ങളിലെത്താൻ മാധ്യമങ്ങൾ തടസ്സം നിൽക്കുന്നു എന്ന തോന്നലാണ് ഈ ദേഷ്യത്തിന് കാരണം. ഭരിക്കുന്നവർ വികസനം കൊണ്ടുവരുമ്പോൾ പ്രതിപക്ഷം അത് തടയുന്നുണ്ടോ? LDF ഉന്നയിക്കുന്ന പ്രധാന ആരോപണങ്ങൾ ഇവയാണ്. സിൽവർ ലൈൻ റെയിൽ. കേരളത്തിന്റെ ഗതാഗത മുഖച്ഛായ മാറ്റുമായിരുന്ന സിൽവർ ലൈൻ പദ്ധതിയെ വലിയ പ്രക്ഷോഭങ്ങൾ നടത്തി കോൺഗ്രസ് തടസ്സപ്പെടുത്തി എന്ന് LDF ആരോപിക്കുന്നു. പദ്ധതി വലിയ സാമ്പത്തിക ബാധ്യതയാണെന്ന് UDF പറയുമ്പോൾ ഭാവി കേരളത്തിന് അത് അനിവാര്യമായിരുന്നു എന്ന് LDF പറയുന്നു. ദേശീയപാത വികസനം. 2016 മുൻപ് UDF ഭരണകാലത്ത് ദേശീയപാത വികസനം ഇഴഞ്ഞു നീങ്ങുകയായിരുന്നു. എന്നാൽ LDF വന്ന ശേഷം സ്ഥലമേറ്റെടുപ്പ് വേഗത്തിലാക്കി. ഇതിനെതിരെയും തുടക്കത്തിൽ പ്രാദേശികമായ എതിർപ്പുകൾക്ക് കോൺഗ്രസ് പിന്തുണ നൽകിയിരുന്നു എന്നൊരു ആക്ഷേപമുണ്ട്. വിഴിഞ്ഞം സമരം. വിഴിഞ്ഞം പദ്ധതിയുടെ അവസാനഘട്ടത്തിൽ നടന്ന സമരങ്ങൾക്ക് പിന്നിൽ പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ പിന്തുണ ഉണ്ടായിരുന്നു എന്നും അത് പദ്ധതി വൈകിപ്പിച്ചു എന്നും ഭരണപക്ഷം കുറ്റപ്പെടുത്തുന്നു. എന്തായാലും 2026 എത്തിനിൽക്കുമ്പോൾ ജനുവരിയിൽ അവതരിപ്പിച്ച ബജറ്റിൽ വയോജനങ്ങൾക്കായി പ്രത്യേക വകയിരുത്തലും എൽഡർലി ബജറ്റ്, ബിരുദതലം വരെ സൗജന്യ വിദ്യാഭ്യാസവും പ്രഖ്യാപിച്ചിരിക്കുക.